സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 4 ദിവസം, അതായത് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അതിനുവേണ്ടി വലിയ മത്സരങ്ങൾ നടക്കുന്നു. ഇവിടെ വോട്ട് ചെയ്ത ജനങ്ങൾ, നിഷ്പക്ഷരായ കുറേ ആളുകളുണ്ട്. അതായത് കൃത്യമായ പിണറായി വിരുദ്ധ വികാരം, പിണറായി ഭരണവിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിൽ 10 വർഷം കെടുകാര്യസ്ഥത കൊണ്ട് വീർപ്പ് മുട്ടിയ ജനം എങ്ങനെയും രക്ഷപ്പെടാൻ എന്നുള്ള ഒരു ധാരണയോടുകൂടി UDF വോട്ട് ചെയ്യുന്നു. അതിൽ കോൺഗ്രസ്സുകാരും മറ്റുള്ള പാർട്ടിക്കാരെല്ലാവരും ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും ഇക്കുറി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. പിണറായിയിൽ പോലും പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞതെല്ലാം അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ UDF വിശ്വസിച്ച് പുതിയൊരു ഭരണം നിലവിൽ വരണം എന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്ത ആളുകളുടെ മുഖത്തു നോക്കി അവരെ കബളിപ്പിക്കുന്ന തരത്തിൽ, അവരെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന തരത്തിലുള്ള വടംവലികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. അതായത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് വക്താവായ രാഹുൽ ഗാന്ധിക്ക്, ലോക്സഭാ പ്രതിപക്ഷ അംഗമായ കോൺഗ്രസിൻ്റെ മുതിർന്ന തലപ്പത്തിരിക്കുന്ന നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങൾ വരുന്നു. അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളിൽ നിന്ന് ആരെയെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തത്? അതായത് ഇവിടെ എന്ത് അടിയന്തര സാഹചര്യമാണ് KC വേണുഗോപാലിനെ ഇറക്കുമതി ചെയ്യാനുണ്ടായത് എന്നാണ് ചോദ്യം. മുമ്പ് നമുക്കറിയാം, പല ഘട്ടങ്ങളിലും ഇതേപോലെ അടിയന്തര പ്രാധാന്യമുള്ള ഘട്ടങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ രംഗപ്രവേശം ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ യാതൊരു തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ KC വേണുഗോപാൽ വരേണ്ടതായ സാഹചര്യം എങ്ങനെയായിരിക്കണം? ഇവിടെ തമ്മിൽ തല്ലി ഒത്തുതീർപ്പിലെത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇതിൻ്റെ ഉള്ളിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്ത് മുന്നണിക്കുള്ളിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണം. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞു. ആ കഴിഞ്ഞ ഉടൻ തന്നെ ഇനി ഇവിടെ മുന്നിലുള്ളത് 2 നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലുണ്ട്. 2016 മുതൽ 2021 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി എന്ന് മാത്രമല്ല, മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു, KPCCയുടെ പ്രസിഡന്റായി 8 വർഷക്കാലം ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കഴിവുള്ള ഒരാളാണ് നമ്മുടെ മുന്നിലുള്ളത്. അദ്ദേഹം പരാജയപ്പെട്ടത് 2016 മുതൽ 2021 വരെ ഇലക്ഷനിൽ നിന്ന് പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹത്തിന് വേണ്ടത്ര രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും അന്നത്തെ ഭരണത്തെ ഇല്ലാതാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാജയം. കാരണം എന്നാൽ 2021 മുതൽ 2026 വരെ ഇവിടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഓരോ ഘട്ടമായി UDF ഡെവലപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് അത് വലിയൊരു പ്ലാറ്റ്ഫോമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്ന ആൾക്കാർക്കടക്കം പ്രവർത്തിക്കാനുള്ള ഒരു നിലപാടുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുകയും അങ്ങനെ വൻ വിജയത്തിലെത്തിക്കുകയും ചെയ്യും. അദ്ദേഹം പ്രഖ്യാപിച്ച ഭൂരിപക്ഷം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ VD സതീശൻ വളരെ കൃത്യമായി നിലവിലുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയി അദ്ദേഹം മുഖ്യമന്ത്രി ആവാനുള്ള സാമാന്യ നീതി, സദാചാര മൂല്യത പ്രവർത്തിക്കേണ്ട സമയത്ത് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ ഇങ്ങനെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിനെ കൃത്യമായി തടയേണ്ടത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി പറയാം, KC വേണുഗോപാൽ പറയാം, കേരളത്തിൽ അവിടെ നേതാക്കന്മാരുണ്ട്, അവർ വിജയിച്ചതാണ്, MLA ആയ ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് തെരഞ്ഞെടുക്കട്ടെ എന്ന് പറയാൻ ഒറ്റ വാക്ക് മാത്രം മതി രാഹുൽ ഗാന്ധിക്ക്. അത് അനുസരിക്കേണ്ട ബാധ്യത KC വേണുഗോപാലിനുണ്ട്. എന്നാൽ KC വേണുഗോപാലിന്റെ അടിമയായിട്ടാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. സാർ, അവിടെയാണ് ഇതിന്റെ പ്രസക്തമായ ചോദ്യം. കാരണം ഈ 63 MLA തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ഒരാളെ, അതായത് മത്സരിച്ച് ജയിച്ചു വന്ന ജനങ്ങൾ അംഗീകരിച്ച ഈ 63 MLA നിന്നും കോൺഗ്രസ് MLA നിന്നും കേരളം ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രത്യേകം ആലോചിക്കേണ്ടത്, മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ 63 പേരും അയോഗ്യത തന്നെയാണോ? ഇവർക്ക് എന്താണ് അയോഗ്യത എന്ന് രാഹുൽ ഗാന്ധി പറയണം. മറ്റൊന്ന് സാറ് പറഞ്ഞതുപോലെ KC വേണുഗോപാലിനെ മത്സരിപ്പിച്ച് വീണ്ടും മുഖ്യമന്ത്രിയാക്കുക, അതായത് മുഖ്യമന്ത്രിയാവണമെന്നില്ല 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ജയിച്ചിരിക്കണം.
ഇവിടെ മറ്റൊരു കാര്യം, MP-മാർ മത്സരിക്കേണ്ട എന്ന കോൺഗ്രസിൻ്റെ ഒരു നിയമം നിലവിൽ നിൽക്കുന്നു. ആ നിയമത്തെ മറികടന്നുകൊണ്ട്, അതായത് കെ സുധാകരനും അടൂർ പ്രകാശനും എല്ലാം മത്സരിക്കാനുള്ള സാധ്യതകൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF-ന് പച്ചക്കൊടി കാണിച്ചു നിയമസഭയിലേക്ക് മത്സരിക്കാൻ അംഗീകാരം കൊടുത്ത ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ്, എന്തടിയന്തര സാഹചര്യത്തിലാണ് ആ തീരുമാനം, MP-മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം മറികടന്നുകൊണ്ട് ഇപ്പോൾ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് കെട്ടിയിറക്കുന്നത്? അതിന് രാഹുൽ ഗാന്ധി മറുപടി പറയണം. മറ്റൊന്ന്, സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിൽ ഏതാണ്ട് ഭാരതം അടക്കി വാഴുന്ന കാഴ്ചയാണ് കോൺഗ്രസിൻ്റെ ഒരു വാഴ്ചക്കാലം, തേരോട്ടക്കാലമാണ് കണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ കാരണം, ആരാണ് അതിൻ്റെ ഉത്തരവാദി? ഇത് രാഹുൽ ഗാന്ധി ആലോചിച്ചിട്ടുണ്ടോ? ഇത് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടി വരും. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ MP-മാരുടെ നിലയിൽ അവർക്ക് പരിങ്ങലിൽ നിൽക്കുമ്പോൾ ഇവിടെ KC വേണുഗോപാൽ MP സ്ഥാനം രാജിവെച്ച് മത്സരിക്കുമ്പോൾ തീർച്ചയായും വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP അത് അടപടലം തൂക്കും. ആ സീറ്റിൽ കോൺഗ്രസിന് നഷ്ടമുണ്ടാകും. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ഇരിക്കൂറിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ മത്സരിച്ചാൽ ജയിക്കും എന്ന് ഏത് തരത്തിലുള്ള ഉറപ്പാണുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ഇതിനെല്ലാം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട്. ഇനി സംഘടനാ തലത്തിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറികടക്കുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമോ? KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ മാറ്റി മറ്റൊരു അഴിച്ചുപണിക്ക് രാഹുൽ ഗാന്ധി തയ്യാറാവുമോ? അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഭാരതത്തിൽ വീണ്ടും കോൺഗ്രസിന് കെട്ടുറപ്പോട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുക? ഇതിനെല്ലാം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് തന്നെയാണ്. ഇത് നീതിയുക്തമായ ചോദ്യങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റോടുകൂടി UDF-ന് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച VD സതീശനെയും രമേശ് ചെന്നിത്തലയും പോലുള്ള, അല്ലെങ്കിൽ ഈ ജയിച്ച് കയറി വന്ന 63 MLA-മാരെയും അയോഗ്യരാക്കിക്കൊണ്ട് എന്ന പോലെ KC വേണുഗോപാലിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കുമ്പോൾ എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി കേരളത്തിന് നൽകുന്നത്? അതായത് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനവും കോൺഗ്രസിൻ്റെ കൈവശം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയ ആ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്ത് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് BJP കൃത്യമായ പ്ലാനും പ്രവർത്തനവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടപ്പിലാക്കി അത് എവിടെ വരെ എത്തി? കൃത്യമായി പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് വരെത്തി, കർണാടക വരെത്തി, പുതുച്ചേരി വരെത്തി. ഇപ്പോൾ ബംഗാളിൽ അവർ പിടിച്ചടക്കി. ഒരു കാലത്തും ബംഗാൾ പിടിച്ചടക്കില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന ബംഗാൾ പിടിച്ചടക്കി. ആസാം അവരെ കയ്യിലായി. വടക്ക് കിഴക്കൻ പ്രദേശമുള്ള എല്ലാ സംസ്ഥാനങ്ങളും അവരെ കൈവശമായി. മണിപ്പൂർ മാത്രമാണ് അവരെ കൈവശമില്ലാത്തത്. അവിടെ കലാപം നടന്നത് കൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ള നമ്മൾ ഡൽഹിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി അവരെ കൈവശമായി, മധ്യപ്രദേശ് അവരെ കൈവശമായി, ഉത്തർപ്രദേശ് അവരെ കൈവശമായി. ഇനി ഏതാണ് പിടിച്ച് കിട്ടാത്തത്? ഏതെങ്കിലും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ ഉള്ള കക്ഷികളുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഇനി ആകെ കിട്ടാത്തുള്ളത്. ഒന്ന്, നമുക്കറിയാം, ഡൽഹി കാശ്മീർ പോലുള്ള ഒരു സംസ്ഥാനമാണ്. നാഷണൽ കോൺഫറൻസിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസിനോട് ചേർന്നിട്ട് നിൽക്കുന്നത്. അതായത് വടക്ക് ഭാഗത്ത് എവിടെയും പിന്നെ കോൺഗ്രസ് ഇല്ല, തൊട്ട് നോക്കാൻ ഒരു കോൺഗ്രസ് പ്രസ്ഥാനമില്ല. കിഴക്ക് ഭാഗത്തും അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തും അത് തന്നെ. നമുക്കറിയാം, ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാലൊക്കെ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഈറ്റിലമായിരുന്നു. അത് പോയിട്ട് കുറേ കാലമായി. അവിടെ തിരിച്ചു വരാനുള്ള യാതൊരു സാധ്യതയില്ലാത്ത രൂപത്തിലാണ് തെലുങ്ക് ദേശം വന്നു. അവരും BJP-യും കൂടെ ധാരണയായി. പിന്നെ ആപ്പാടുള്ളത് തെലുങ്കാനയും കർണാടകയും കേരളവും മാത്രമാണ്. അത് കേരളം ഇത് വന്നതോടുകൂടി ഇനി അടുത്ത തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രൂപത്തിൽ ഊർജ്ജശ്വാസം വലിച്ച മാതിരിയാണ്. ആര് വരും വരില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ കേരളത്തിൽ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഇവിടുത്തെ ഭരണപക്ഷത്തെ CPM-നെ തകർത്ത് തരിപ്പണമാക്കി ശക്തമായ നിലയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്ന് ഭരണത്തിലെത്തിച്ച ശേഷം അതിനെ ഏത് സാഹചര്യമാണ് ഇപ്പോഴുള്ളത്? ഏതെങ്കിലും സാഹചര്യമുണ്ടോ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിനെ കെട്ടിയിറക്കുക? അതും ഇവിടെ ഇലക്ഷൻ നടക്കണം. ഇലക്ഷൻ നടന്നിട്ട് 2 ഇലക്ഷനാണ് വരുന്നത്. ഒന്ന് ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ, 2 നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ. ഈ 2 ഇലക്ഷനിലും KC വേണുഗോപാൽ ജയിക്കുമെന്നതാണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല എന്നത്തെ അവസ്ഥയിൽ. കാരണം ജനം ഇളകിയിരിക്കുകയാണ്. കേരളത്തിൽ സത്യസന്ധമായി പ്രവർത്തിച്ച് പോരാട്ടം നടത്തി വിജയിച്ചിട്ടുള്ള നേതാക്കന്മാരെ മൂലക്കിരുത്തി ഡൽഹിയിൽ നിന്ന് തൻ്റെ സ്വപ്നം മാത്രം സാക്ഷാത്കരിക്കാൻ വേണ്ടി
കോൺഗ്രസിന്റെ ആശയങ്ങളും എല്ലാ തരത്തിലുള്ള താല്പര്യങ്ങളും ബലികഴിച്ച് ഒരാളെ കെട്ടി ഏൽപ്പിക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകർ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ, കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടി ഇതിനകത്ത് ഭാഗഭാഗമാണ്. അവര് പുറമെയുള്ള ആൾക്കാർ, അവരും കൂടെ താല്പര്യമില്ലാത്ത ഒരാളെയാണ് കെട്ടിക്കൊണ്ടുവരുന്നത്. ആ കെട്ടിക്കൊണ്ടുവരുന്നത് തീർച്ചയായും വല്ലാത്ത തിരിച്ചടിയാണ് കോൺഗ്രസിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒന്ന്, ഇതിന്റെ അർത്ഥം എന്താണ്? വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇനി കോൺഗ്രസ് വളരാൻ പോകുന്നില്ല എന്നുള്ളൊരു സന്ദേശമാണ് കൃത്യമായി ഇതിലൂടെ KC വേണുഗോപാൽ വരികയാണെങ്കിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്ന വഴി കേരളത്തിൽ പോലും കോൺഗ്രസിന് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കോൺഗ്രസിനെ ഇത്രത്തോളം എത്തിച്ച്, UDF ഇവിടെ വരെ എത്തിച്ച്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി, ഇന്ത്യയിലെ മൂന്നാമത്തെ ഒരു സ്ഥലത്ത് കൂടി കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ മാന്യതയോടുകൂടി കാണുകയും അതിന് അവിടെയുള്ള നേതാക്കന്മാർ തന്നെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ്സിൽ ഇവിടെ കേരളത്തിൽ VD സതീശൻ ഇല്ലെങ്കിൽ ആരുണ്ട്? നമ്മുടെ രമേശ് ചെന്നിത്തലെങ്കിൽ നമുക്കറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്മാരെ പോലുള്ള നേതാക്കന്മാർ അതിലുണ്ട്. കെ മുരളീധരനുണ്ട്. കെ മുരളീധരൻ എന്തെങ്കിലും കുറവുള്ള ആളാണോ? കെ മുരളീധരനേക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന ആളാണോ KC വേണുഗോപാൽ? ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരിക്കെ അവരെ മറികടന്ന് KC വേണുഗോപാലിനെ കൊണ്ടുവരാനുള്ള ഏത് അടിയന്തര സാഹചര്യമാണ് കേരളത്തിലുള്ളത്? ഒരു അടിയന്തരവും ഇല്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ, KC വേണുഗോപാലിന്റെ സ്വന്തമായിട്ടുള്ള താല്പര്യം മാത്രം. അത് രാഹുൽ ഗാന്ധി അതിന് കൂട്ടം നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം, ഈ ഇന്ത്യയിൽ കോൺഗ്രസിനെ കുഴിച്ചുമൂടുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് കൂടി പങ്കുണ്ട് എന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാതെ സത്യസന്ധമായിട്ട് ഇവിടെ ആരാണോ ജനഹിതം കൊടുത്ത്, ആരെയാണോ മുന്നിൽ നയിച്ചത്, അവരെ കൊണ്ടുവരാനുള്ള ഒരു തൻ്റെ ഇടം രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകളെല്ലാം BJPയിലേക്ക് കാലുമാറി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കൂടി രാഹുൽ ഗാന്ധിയായി തീരും എന്നുള്ളതാണ് സത്യം. സാർ പറഞ്ഞതുപോലെ KC വേണുഗോപാലിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കാൻ യാതൊരു തരത്തിലുള്ള അടിയന്തര സാഹചര്യവും നിലവിലില്ല. അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ട് എന്ന് കണക്കാക്കി രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡിൻ്റെ മറ്റുള്ള കമാൻഡർമാരുമെല്ലാം KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അടിയന്തരമായി കെട്ടിയിറക്കുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ 16 അടിയന്തരത്തിലേക്കുള്ള ഒരു വഴി തുറക്കുന്നതിന് തുല്യമായിരിക്കും. ഈ ചോദ്യങ്ങൾക്കെല്ലാം രാഹുൽ ഗാന്ധി മറുപടി പറയാൻ ബാധ്യസ്ഥനായിരിക്കും. കോൺഗ്രസിന് പിന്നീട് വരാവുന്ന എല്ലാ പാപഭാരങ്ങളുടെയും ആ ഉത്തരവാദിത്തം, അതിൻ്റെ ഭാരം രാഹുൽ ഗാന്ധി പേറാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും രാഹുൽ ഗാന്ധി ഇതിന് കൃത്യമായി ആലോചിച്ച്, പാർശ്വവർത്തികളുമായി ആലോചിച്ച് കേരളത്തിൽ നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.